Hi friends, VLOGZ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സുന്ദര കുട്ടപ്പനെയാണ് ഇന്ന് നമ്മൾ റോസ്റ്റ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇന്ന് ഞണ്ട് റോസ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ലാബിലോട്ട് നമ്മൾ ഇതേ കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ വിളിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഞണ്ടിനെ ഒരു പരിവാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇത്ര വലിയൊരു ഞണ്ടാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഓർക്കുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഞണ്ട് റോസ്റ്റ് വെക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനകത്ത് ഇറച്ചി പഠിക്കട്ടെ. പുറത്ത് പോണം. അടച്ചിട്ടുണ്ട്. അത് ചവനായി അല്ല. അപ്പോൾ നമ്മൾ ഞണ്ടിൻ്റെ ഓരോരോ പാർട്സ് ആയിട്ട് ഇളക്കിയെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ ഓരോരോ പാർട്സ് ആയിട്ട് ഇളക്കാണ്ട് ഞണ്ട് 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 വേറെ പലതും നോക്കാം. അതൊന്നും അവൻ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും നോക്കാൻ നേരമില്ല. ഇല്ല, അതൊക്കെ മൈക്ക് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ വെറൈറ്റി അല്ലേ. ഇതിൻ്റെ വലിയ കാലമായതുകൊണ്ട് നമ്മളിത് സെപ്പറേറ്റ് ആണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അതുകൂടിയിട്ട് വേവിക്കാം. അപ്പോൾ നമ്മളിവിടെ ഇത് രണ്ടായിട്ടാണ് ഇപ്പോൾ വേവിക്കാൻ പോകുന്നത്. വലിയ കാലമായതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് നമ്മളിപ്പോൾ ചെറിയ തീയിൽ നമ്മൾ വേവിച്ചെടുക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതും വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഞണ്ടിപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ 2-3 മിനിറ്റ്, 5 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. അതാ നമ്മുടെ ഏകദേശം കാലൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തോട്ട് മാറ്റിയിട്ട് ഞാനിത് എന്തായാലും പൊട്ടിച്ചെടുക്കാൻ പോവാണ്. പിന്നെ നമ്മൾ മറ്റേത് നമ്മൾ സെപ്പറേറ്റാണ് വേവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു അഴുക്കൊന്നും നമ്മൾ നന്നായിട്ട് കഴുകി, എന്നാലും നമ്മളൊരു അതിൻ്റെ ഇതൊന്നും കഴിക്കാതെ നമ്മൾ സെപ്പറേറ്റാണ് വേവിക്കുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ജസ്റ്റ് ഒരു മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും 2 കഷ്ണം പുളിയും കൂടിയിട്ടൊന്ന് വേവിച്ചാൻ പോവുകയാണ്. അപ്പോൾ പുളി ഇപ്പോൾ ഇടുവാണെങ്കിൽ അതിലിട്ട് നന്നായിട്ട് പിടിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് 2 കഷ്ണം പുളി കൂടി ഇട്ടിട്ട് കുടംപുളി കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പൂടാം. ഉപ്പ് ഇട്ടിട്ട് നമുക്ക് 2 കുടംപുളി ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കണ്ട വലിയ ഞണ്ടിന് നമ്മളിപ്പോൾ ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. ഒരു കയ്യിൽ കൊള്ളുന്ന അത്ര നമ്മൾ ചെറിയ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ എരിവിനനുസരിച്ച് ഇടാവുള്ളൂ. പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത്ര ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു തോടം നമ്മൾ വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി നമുക്ക് ചതച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ചതച്ചിട്ട് വരാം. അപ്പോൾ നമുക്ക് ആദ്യം വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. നമ്മളിതാ ഇവിടെ ചതക്കണം. ഇതിൽ വെച്ചിട്ടാണ്, നമ്മൾ മിക്സിയിലല്ല, നമ്മൾ കല്ലിൽ തന്നെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. നോക്കിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. നമ്മൾ ഇത്രയും കുരുമുളകാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. നമ്മൾ ഇതൊന്ന് ചതച്ചെടുക്കുക. ഇതിൽ എരിവായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ കറി വെക്കാനായിട്ട് തുടങ്ങാൻ പോവാണ്. അപ്പോൾ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തീർത്ത്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് സ്റ്റൗ ഓണാക്കി ഈ ചട്ടിയിലാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. ചട്ടി വെക്കാൻ ശരിയായിട്ട് അങ്ങനെ വെക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിക്കുന്നത്. അത് നിങ്ങൾ നോക്കിയിട്ട് ഒഴിക്കണം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് എണ്ണ ഒഴിക്കാം. വെച്ച്
എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഒരു കഷ്ണം ഗ്രാമ്പൂ, കറുവാപ്പട്ട, ഒരു ചെറിയ ഏലക്ക ഇത് ഇട്ടിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ 2-3 കുറച്ച് പെരിഞ്ചീരകം കൂടെ നമ്മൾ ഇട്ടു. പെരിഞ്ചീരകം കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പെരിഞ്ചീരകം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം, നമ്മൾ ചുവന്ന ഉള്ളുള്ളി ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ 3 പച്ചമുളക്, നമ്മുടെ വലിയ സവാള ഇത്രയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉപ്പിട്ടിട്ട് വേണം വഴറ്റാനായിട്ട്. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിക്കണം. ആ മോനെ, ആ ചട്ടിക്കിടന്നിങ്ങനെ വെള്ളമ കണ്ടേ, ഇത് നല്ല മണം വരും. വെച്ചിട്ട് കഴിയുമ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി, കാരണം നമ്മൾ ഞണ്ടിനൊക്കെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ സവാള നന്നായിട്ട് മൂത്ത് വരണം. അപ്പോൾ ഇപ്പം ഏകദേശം ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ പോയാണ്. കുറച്ച് മഞ്ഞൾ നമ്മൾ ഇതിനാണ് നമ്മുടെ ഞണ്ടിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് മല്ലിപ്പൊടി, നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി നിങ്ങൾ 1 ടീസ്പൂൺ ആണെങ്കിൽ മുളക് പൊടി 1.5 ടീസ്പൂൺ എടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമ്മൾ സിമ്മിലിട്ടിട്ട് വേണം നന്നായിട്ട് യോജിപ്പിക്കാനായിട്ട്. നമ്മളിതൊക്കെ വടിച്ചിടണം അങ്ങോട്ട്. ഞാനിട്ടപ്പോൾ കുറച്ച് ഇങ്ങനെ ഉണ്ടായിട്ട് അപ്പോൾ ഞാൻ വടിച്ച് അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. മസാല ഇതിൽ നന്നായിട്ട് കെട്ടിക്കാം. കുറച്ച് എണ്ണ നമുക്ക് കൊടുക്കാം. കുറച്ച് ലേശം എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ മസാലയുടെ പച്ചമണം നന്നായിട്ട് കംപ്ലീറ്റ് മാറും. ഞാൻ നന്നായിട്ട് ആക്കിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു 2 കഷ്ണം പുളി കൂടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചു. നമ്മുടെ ഗ്രേവി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒന്ന് തിളച്ച് വേണം. അപ്പോൾ ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാം. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഇപ്പോൾ ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. നമുക്കൊന്ന്
ഇതൊന്ന് തിളച്ച് വേണം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഗ്രേവിയുടെ റെഡി ആയി വന്നിട്ടുണ്ട്. കണ്ട കൊമളയൊക്കെ വന്നിട്ടുണ്ട്. കണ്ട കൊമളയൊക്കെ വന്നിട്ട് കണ്ട അല്ല തിളച്ച് നല്ല സെറ്റായി കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് കുരുമുളക്, നിങ്ങൾക്ക് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇടുക, അല്ലെങ്കിൽ ഞങ്ങളിവിടെ ചതച്ച കുരുമുളകാണ് ഇടണം. അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരിച്ചത്. നന്നായിട്ടൊന്ന് ഇനി തേങ്ങാക്കൊത്ത് ഇടണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് ഇടാം. ലാസ്റ്റ് എല്ലാം കൂടി യോജിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് വറുത്തിടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവിയുടെ തിളച്ച് നല്ല മണം വരുന്നുണ്ട്. നമുക്കിതിലോട്ട് ഇനി കുറച്ച് ഗരം മസാല കൂടി ഇടുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഗരം മസാല ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം. ഞങ്ങളുടെ പാചകറാണി പാചകം ചെയ്തിരിക്കുന്നു. ചീറ്റി പോകാണ്ടിരുന്നത് പോയേ കൊള്ളാം കേട്ടാ. എന്തായാലും നിങ്ങൾക്ക് ലാസ്റ്റ് കാണാമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി മസാലകൾ ഇതിലോട്ട് ഇട്ട് ഓക്കെ അതാ നല്ലത്. ഇനിയാണ് നമ്മുടെ ഞണ്ട് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഗ്രേവി ഒന്ന് സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം ഞാൻ എന്താ നമ്മുടെ ഞണ്ട് ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഞാൻ ആദ്യം കുറച്ചിട്ടിട്ടൊന്ന് മസാല ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. ചിലവർക്ക് ഈ ഇതിൻ്റെ ഈ ഇതൊന്നും തൊലിയൊന്നും ഇഷ്ടമല്ലെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ദശ മാത്രമായിട്ട് ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ അതിൻ്റെ ഫുൾ പീസ് ഇട്ട് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് നമുക്ക് കുറച്ച് നേരം ഒന്ന് ആവി കൊള്ളട്ടെ. അപ്പോൾ ഇതാണ് നമ്മളുടെ റെഡി ആയിട്ടുണ്ട്. സെറ്റ് സൂപ്പറായിട്ടുണ്ട്, നല്ല മണമുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് അപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയും പുറത്ത് വെച്ചങ്ങോട്ട് തിന്നണ്ടല്ലോ മോനെ. നമ്മുടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു അപ്പത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് തിന്ന് നോക്കിയാലോ? നീ ചേട്ടൻ തിന്നാ? അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇവിടെ ഒരു അപ്പം എടുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് ഒരു പീസ് അങ്ങോട്ട് എടുത്ത് വെക്കാം. പീസ് വെച്ച് കുറച്ച് ഗ്രേവി കൂടെ അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് കഴിച്ചു നോക്കിയാലോ? ചേട്ടൻ കഴിച്ചോ? കഴിച്ചു നോക്കിയാലോ? ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ആദ്യം ഞാൻ തന്നെ കഴിച്ചു നോക്കാം.
സൂപ്പർ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ മറക്കാതെ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അടിച്ചു തീർക്കുക. നല്ല ഭാഗത്തിന് ഉപ്പും പുളിയും സൂപ്പർ, ഒരു രക്ഷയില്ല, നല്ലതായിട്ടുണ്ട്.